ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു ദിവസം തന്നിരിക്കുകയാണ്. നമ്മൾ ആണ്ടവരുടെ സന്നിധിയിൽ വരുമ്പോൾ ആണ്ടവർ നമ്മൾ പാക്കേണ്ട എന്നെ ചൊല്ലിയാൽ ആണ്ടവർ നമ്മൾ നേസിച്ചാച്ചേ, അവൻ നേസിച്ചുകൊണ്ട് നമ്മളെ നരകത്തിൽ നിന്നും വിടുവിച്ച് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുക. അത് മാത്രമല്ല, അവൻ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുക. അത് മാത്രമല്ല, അവൻ നമുക്ക് അനുഗ്രഹങ്ങൾ തന്നിരിക്കുക. എപ്പടി അനുഗ്രഹങ്ങൾ തന്നിരിക്കുക, അത് താൻ ഈ FSL ലേഖനത്തിൽ നമ്മൾ കേൾക്കുന്നത്. എപ്പടി അനുഗ്രഹങ്ങൾ. അതുകൊണ്ട് നമ്മൾ എന്നെ பண்ணணும், അത് ഇങ്ങനെ ചൊല്ലിയിരിക്കുക. നമ്മൾ അപ്പടി ആകുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങളാൽ നമ്മൾ നിറഞ്ഞിടും. അല്ലെങ്കിൽ അനുഗ്രഹങ്ങളാൽ നമ്മൾ എന്നായിടും, നമ്മൾ അനുഗ്രഹത്താൽ നിറയ്ക്കപ്പെട്ട് നമുക്ക് ആണ്ടവരുടെ പക്കത്തിൽ നമുക്ക് ചെല്ലാൻ തക്കോണം നമുക്ക് പ്രതിഫലങ്ങൾ കിടച്ചിടും എന്ന് നമ്മൾ ഇങ്ങനെ FSL ലേഖനത്തിൽ 4-ാം അധ്യായം നമ്മൾ വാസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 4-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം മുതൽ നമ്മൾ വാക്യം 25-ാം വാക്യത്തിൽ എന്നാ ചൊല്ലുക. 25-ാം വാക്യത്തിൽ ആകയാൽ ഭോഷ് വീഴ്ച ഓരോരുത്തൻ താൻ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പും. ഇങ്ങനെ ചൊല്ലുക, നിങ്ങൾ പൊളി ചൊല്ലാതെ, നിൻ്റെ കൂട്ടുകാരനോട് നീ പൊളി ചൊല്ലാതെ അവനോട് സത്യം തന്നെ പേശണം. നീ സത്യം പേശുന്നില്ലെന്നുണ്ടെങ്കിൽ, നീ പൊളി ചൊല്ലുകയെന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് എന്നാ പ്രയോഗങ്ങൾ, എന്തുകൊണ്ട് പൊളി ചൊല്ലാതെന്ന് ചൊല്ലിയാൽ അവൻ നിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കെ. അതായത് നമ്മൾ ആണ്ടവരുടെ ശരീരമായിരിക്കുമ്പോൾ അവൻ ശരീരത്തിൻ്റെ ഒരു ഭാഗം. അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു കൈയാണെന്നുണ്ടെങ്കിൽ അവൻ ഇടത്തെ കൈ ആയിരുന്നെങ്കിൽ അവൻ വലത്തെ കൈ. അതായത് നമ്മൾ ഒരു ശരീരത്തിൻ്റെ അംഗത്തോടെ നമ്മൾ അന്യോന്യം, അല്ലെങ്കിൽ നമ്മൾ പക്കം നമ്മൾ പൊളി ചൊല്ലാതെ നമ്മൾ ജീവിക്കണം. 26-ാം വാക്യത്തിൽ കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പേൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അത് മറ്റുമല്ല. ഇപ്പം നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്ത് നമുക്ക് കൊഞ്ചം ദേഷ്യം വന്നാച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് കോപം വന്നാച്ചാൽ, നമ്മൾ കോപം വരുമ്പോൾ അവനോട് നമ്മൾ കോപപ്പെടുവാന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ പണണമെന്ന് ചൊല്ലിയാൽ, കോപിച്ചാൽ നീ പാപം ചെയ്യാതിരിപ്പാൻ നീ എന്നാ പാക്കണം, നീ ശ്രദ്ധ വെച്ചിരുന്നു, അല്ലെങ്കിൽ നീ അത് ജാഗ്രതയായിരിക്കണം. എന്തുകൊണ്ടെന്ന് ചൊല്ലിയാൽ, നീ പാപം ചെയ്യുമ്പോൾ എന്നാ പറ്റും, അപ്പടി നീ പാപം ചെയ്യാതിരിപ്പാൻ നീ പാക്കണം. അത് മറ്റുമല്ല, അതല്ല, നീ പാപം പണിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചൊല്ലുത്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ. അതായത് പകൽ ഒരു പാപം വന്നാൽ രാത്രിക്ക് മുന്നാടി ആ പാപം അവനോട് ചൊല്ലി, അവനോട് കോംപ്രമൈസ് பண்ணி, അവനോട് നമ്മൾ പേശി ആ പാപത്തെ ആ കോപം നമ്മൾ മാറ്റി അവനോട് നേസം വെച്ചിടണം. അല്ല, കാണണം എന്ന് പറഞ്ഞാൽ, നീ അപ്പടി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് ആണ്ടവർക്ക് ചിത്തമല്ല. ആണ്ടവർ ചൊല്ലുന്നത്, നീ എൻ്റെ മക്കൾ താൻ, ഞാൻ നിനക്ക് ഫലങ്ങൾ തന്നിരിക്കുകയാണ്, ഞാൻ നിനക്ക് എല്ലാ വിധമായ അനുഗ്രഹങ്ങൾ തന്നിരിക്കുകയാണ്. നീ എന്നാ பண்ணണം, അതുകൊണ്ട് നീ എന്നാ பண்ணണം, അതുകൊണ്ട് നീ പൊളി ചൊല്ലാതെ, അല്ലെങ്കിൽ നീ അവനോട് തപ്പ് പണ്ണാതെ, അവനോട് ദേഷ്യപ്പെടാതെ, അവനോട് നീ കോപം പണ്ണാതെ, നീ അവന് കോപം പണ്ണാതിരിപ്പാൻ നീ പാക്കണം. അപ്പടി കോപം പണിയാൽ അത് മാത്രമല്ല, ആ കോപം നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്. അതായത് നമ്മൾ അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ്ലി മാറ്റിക്കളയണം. അല്ലെങ്കിൽ നമുക്ക് എന്നാ പറ്റും, നമ്മൾ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അപ്പടിയേ കത്തിക്കൊണ്ടേയിരിക്കും. അപ്പടി കത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ അവനോട് കോപം മാത്രമല്ല, നമുക്ക് അവനെ ദ്രോഹം പണ്ണാൻ പറ്റും. അവനോട് ദേഷ്യം കാണിച്ച് നമ്മൾ അവനോട് തപ്പ് ചെയ്യും. അതുകൊണ്ട് എന്നാ പണണം എങ്കിൽ ചൊല്ലിരിക്കെ, നീ കോപം വെച്ചിടാതെ, നീ അത് എപ്പം വരെ വെച്ചിടാതെന്ന് ചൊല്ലിയാൽ, ഇന്ന് പകൽ പണിക്കഴിഞ്ഞാൽ ഇന്ന് രാത്രിക്ക് തന്നെ അത് മുടിച്ചിടണം. അത് പറഞ്ഞ് അത് ക്ലിയറാക്കി നീ മുന്നാടി പോകണം. അല്ലെന്നുണ്ടെങ്കിൽ ആണ്ടവർ ചൊല്ലുന്നത് നീ അപ്പടി ചെയ്യുവാന്നുണ്ടെങ്കിൽ, നീ അപ്പടി ചെയ്യാതിരുന്നാൽ എന്നാ പറ്റുമെന്നറിയാം. 27-ാം വാക്യത്തിൽ, നീ പിശാചിന് ഇടം കൊടുത്തിടുക. അതായത് നീ തപ്പ് പണി, നീ ദേഷ്യം നിൻ്റെ മനസ്സിൽ വെച്ച് നീ അപ്പടി ചെയ്യുവാന്നുണ്ടെങ്കിൽ നിനക്ക് ആർക്ക് നീ ഇടം കൊടുക്കുക? പിശാചിന്. നമ്മൾ പിശാചിൻ്റെ സന്തതിയല്ല. നമ്മളിപ്പോൾ ആണ്ടവരെ നമ്മൾ വിശ്വസിച്ചപ്പോൾ നമ്മൾ പിശാചിൻ്റെ സന്തതി അല്ല. നമ്മൾ ആണ്ടവരുടെ പിള്ളേ തന്നെ. നമ്മൾ ഒരു ശരീരത്തിൻ്റെ അംഗമായിരിക്കെ അതിന് ആദ്യം നമ്മളിങ്ങനെ ചൊല്ലി, നമ്മൾ ഒരു ശരീരത്തിൻ്റെ അംഗം. നമ്മുടെ ശരീരത്തിൻ്റെ അംഗത്തോട് നമ്മൾ എപ്പടി പാവം ചെയ്യും, എപ്പടി കോപം സംഗ്രഹിച്ച് വെച്ചിടും. അതുകൊണ്ട് നീ എന്നാ പണണം, ഇങ്ങനെ ചൊല്ലിരിക്കുക, നീ
നിനക്ക് ദേഷ്യം വന്നാലും നിനക്ക് കോപം വന്നാലും അത് സായങ്കാലത്തിന് മുന്നാടി അത് മുടിച്ചിടണം. അത് മുടിച്ചിട്ടില്ലെങ്കിൽ നീ എന്നാ பண்ணுவா, പിശാചിന് നീ ഇടം കൊടുക്കുക എന്ന് ഇങ്ങനെ ചൊല്ലിയിരിക്കും. അത് മാത്രമല്ല, നമ്മൾ അടുത്ത വാക്യത്തിൽ നമ്മൾ വചനത്തിൽ നമ്മൾ എന്നാ വാസിക്കുന്നത്, കള്ളൻ ഇനി കാക്കാതെ മുട്ടുള്ളവനും ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിനെ കൈകൊണ്ട് നല്ല പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. ഇങ്ങനെ சொல்லுது, ലെറ്റ് ദൈ സ്റ്റോൾ സ്റ്റീൽ നോ മോർ. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ നമ്മൾ കള്ളം പണ്ണാതെ, അല്ലെങ്കിൽ നമ്മൾ ദൃഢം പണ്ണാതെ, അത് നമ്മൾ അപ്പടി ലെറ്റ് ഹിം ദാറ്റ് സ്റ്റോൾ സ്റ്റീൽ നോ മോർ. നീ നേരത്തെ നീ അപ്പടി പണ്ണുവാന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ சொல்லுது, ഇനി അപ്പടി പണ്ണാതെ, നീ അപ്പടി ദൃഢം പണ്ണാതെ, ബട്ട് റേദർ ലെറ്റ് ഹിം ലേബർ. നീ എന്നാ പണ്ണണം, നീ വേല ചെയ്ത്, നീ എന്നാ ചെയ്ത്, നീ മറ്റുള്ളവർക്ക് ആർക്ക് മുട്ടെന്ന് சொல்லிയാൽ ആർക്ക് കമ്മിയിരിക്കെ അവർക്ക് അവർക്ക് കൊടുത്തിടുമ്പോൾ എന്നാ പറ്റും, ദാനം ചെയ്യുവിൻ. അത് നല്ല പ്രവർത്തിച്ച് അധ്വാനിക്കത്തെ. അപ്പടി നമ്മൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ആണ്ടവർക്ക് അനുഗ്രഹം നമുക്ക് കിടക്കും. ഇങ്ങനെ சொல்லுது, still not let labor working with his hands than a thing which is good and that may have to give him that need. അത് നമ്മൾ അപ്പടി വേല പണി നമുക്ക് കിട്ടുന്ന ഫലങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പൈസ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ധനം, അത് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പണിയിടും. അതായത് മറ്റുള്ളവർക്ക് ഉപഹാരം പണിയിടും. ആണ്ടോർത്ത് നീ ഗുഡ് വർക്ക്, നീ നല്ല വേല പണി, നീ അവനെ വീണ്ടെടുത്തിട് എന്ന് சொல்லுது. ഇങ്ങനെ 29-ാം വചനത്തിൽ എന്നാ சொல்லுது, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മവർദ്ധനയ്ക്ക് നല്ല വാക്കല്ലാതെ ആകാത്ത ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടും. അതുതന്നെയല്ല, നീ വചനം ചൊല്ലുമ്പോൾ അത് അവർക്ക് പ്രയോജനമാകുന്ന രീതിയിൽ താൻ വചനം ചൊല്ലണം, അല്ലെങ്കിൽ പേശണം. അല്ലെങ്കിൽ എന്ന് ചൊല്ലിയാൽ ആണ്ടോടെ സത്യവചനം താൻ പേശണം. നീ അല്ലാതെ നിനക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിനക്ക് ധനത്തിൻ്റെ മോഹം വന്നിട്ട് അതുകൊണ്ട് നീ വ്യാപാരം ചെയ്യാതെ, ആണ്ടവരുടെ വേല വ്യാപാരം ചെയ്യുന്നതല്ല. ഇപ്പം നമ്മൾ എല്ലാം ടിവിയിലും എല്ലായിടത്തും നമുക്ക് എന്നെ പാക്കും, അയ്യോ നീ ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ നീ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഇത്ര പണിയുടെ, നീ ഇത്ര പണിയുടെ, ഇതിന് ഇത്ര തന്നിട്ട്, അതൊരു ഗിഫ്റ്റ്. അതായത് നീ അത് എന്നാ ചൊല്ലും, നീ അവർക്ക് നന്മ ചെയ്യുമ്പോൾ നീ അവരിൽ നിന്നും പ്രതിഫലമാക്കും. ആര് പ്രതിഫലം തരുന്ന, ആര് താൻ? ആണ്ടോർ താൻ നിനക്ക് പ്രതിഫലം തരും. അന്നേരം ആണ്ടോരുടെ പ്രതിഫലം നമ്മൾ വാങ്ങുന്നതിന് പകരം നമ്മൾ മനുഷ്യരുടെ പ്രതിഫലം വാങ്ങുക. അതായത് നീ അവനോട് പൊളി ചൊല്ലി, അവനോട് തപ്പ് ചൊല്ലി, അവനെ തിരുമ്പി വിട്ട് അവനെ ആണ്ടവരുടെ പക്കത്തിൽ നിന്ന് നീ മാറ്റിക്കളയുന്നു. നീ ചെയ്യുവാന്നുണ്ടെങ്കിൽ ആണ്ടവർ നിന്നോട് ക്ഷമിക്കാതെ, ആണ്ടവർ നിന്നെ വെറുതെ വിടാതെ. അതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ 29-ാം വാക്യത്തിൽ നമ്മൾ വചനത്തിൽ ഇങ്ങനെ വാക്യം, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് കേൾക്കുന്നവർ നമ്മൾ ചൊല്ലുന്നത് കേൾക്കുന്നതോ അവർക്ക് കൃപ ലഭിക്കണം. അതായത് ആണ്ടവരുടെ അനുഗ്രഹം ലഭിക്കേണ്ടതിന് ആവശ്യപോലെ ആത്മീയ വർധനയ്ക്കായി, അതായത് ആത്മാവിൻ്റെ വർധന അവനിൽ വരണം. അതായത് നീ പേശുന്ന മൂലം അവർക്ക് ആത്മീയ വർധന വരണം. നിനക്ക് ആത്മീയ വർധന വരും, അത് ഒന്ന്. പക്ഷേ അത് മറ്റുമല്ല, ആ കേൾക്കുന്നവർക്കും ആത്മീയ വർധന വരണം. വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തത്. അതായത് അതുകൊണ്ട് ആത്മീയ വർധന വരുന്നത്, നീ നല്ല വാക്കല്ലാതെ നീ പൊളി വാക്ക് ചൊല്ലാതെ, അല്ലെങ്കിൽ തപ്പ് വാക്ക് നീ പേശാതെ, നീ അപ്പടി തപ്പ് വാക്ക് പേശു വന്നുണ്ടെങ്കിൽ അത് ആണ്ടവർ അത് ക്ഷമിക്കുകയില്ല. അത് വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടും. അവർ ചൊല്ലുക, ഇങ്ങനെ അപ്പോസ്തലൻ പറയുന്നത്, നിന്റെ വായിൽ നിന്ന് അപ്പടി വാക്കേ വരാതെ, നീ കണ്ടിപ്പായി പാത്തിടണം. അതായത് നിന്റെ വായിൽ നിന്നും അപ്പടി വാക്ക് വരുമോ ഇല്ലയോ നീ കേട്ട്, അല്ലെങ്കിൽ നീ ഗൗനിച്ചിടും. നീ എന്നെ ഗൗനിച്ചിടും. നീ ചൊല്ലുന്ന വാക്ക് അത് പൊളിയാതെ, ആണ്ടവർക്ക് ചിത്തമാ അല്ല, അല്ലെങ്കിൽ ആണ്ടവർക്ക് ചിത്തം അല്ലെന്നുണ്ടെങ്കിൽ അത് ആണ്ടവർ അത് നിന്നോട് ക്ഷമിക്കാതെ. ആണ്ടവർ ചൊല്ലുന്ന ചെയ്യും, നീ അവനോട് പേശുമ്പോൾ നീ പാക്കണം, അത് നിന്റെ ശരീരം താൻ. അതായത് നിന്റെ കൈക്ക് ഒരു വലി വന്നു കഴിഞ്ഞാൽ നീ എന്നാ പണ്ണും, ആ കൈ മുറിച്ച് കളയുക, അല്ലെങ്കിൽ ആ കൈ നീ അതിന് മാത്രമേ ഒന്നും പുരട്ടാതെ, അല്ല മരുന്നൊന്നും പുരട്ടാതെ അതിനെ നമ്മൾ ഇത് കളയുക അല്ല. അവന് വേണ്ടി, അല്ലെങ്കിൽ ആണ്ടവരുടെ വചനത്തിൻ്റെ സത്യത്തിൻ്റെ ആ പേസ്റ്റ്, അല്ലെങ്കിൽ ആ മാത്ര പുരട്ടി അവന് സൗഖ്യം വരുന്ന മാതിരി, അതായത് ആത്മീയ വർധന വരണം. അപ്പടി ആത്മീയ വർധന വന്നാൽ മറ്റും താൻ എന്നായിരിക്കും,
നമുക്ക് പ്രയോജനം கிடைக்கும். അതുകൊണ്ട് 30-ാം വചനത്തിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഇങ്ങനെ சொல்லுது, നീ அப்படி ചെയ്യുവാന്നുണ്ടെങ്കിൽ എന്നാ പറ്റും? നമ്മൾ ആദ്യം മുന്നാടി നമ്മൾ കേട്ടാച്ചേ, എന്നെ കേട്ടാച്ചേ, പിശാചിന് ഇടം കൊടുക്കുന്നു. ഇപ്പം രണ്ടാമത് എന്നെ കേൾക്കുന്നത് രണ്ടാമത് നമ്മൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുന്നു. അതായത് നീ അപ്പടി ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ, ആണ്ടവരുടെ ആത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുകയാണ്. അതുകൊണ്ട് നീ എന്നാ പണണം? നീ അതുകൊണ്ട് പാക്കണം. നീ എന്നാ ചെയ്യുന്നത്? നീ തപ്പ് പണത് നീ അത് പാത്തിരിക്കണം. ദുഃഖിപ്പിക്കരുത്. അവനാൽ അല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പാളിനായി മുദ്രയിട്ടിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് സ്ത്രീയണം നിന്നെ മുദ്രയിട്ട് വെച്ചിരിക്കുകയാണ്. മുദ്ര എന്ന് സ്റ്റാമ്പ് ഇട്ടിരിക്കുക. അതായത് നിന്നെ വേറെ ആർക്കുമേ നിനക്ക് തൊടാൻ പറ്റാതെ, കാരണം ആണ്ടവർ മുദ്രയിട്ട് വെച്ചിരിക്കുന്ന നിനക്ക് ആണ്ടവരുടെ നീ മകനാണ്. അതുകൊണ്ട് ഞാനിങ്ങെ നിർത്തുക. എൻ്റെ ടൈം മുടിഞ്ഞാച്ചേ. ഞാൻ എന്നാ சொல்லுது, ആണ്ടവർ ഇങ്ങനെ சொல்லுது, നമ്മൾ பார்க்கணும். നമ്മൾ ആരോട് പേശുന്നു? നമ്മൾ പേശുമ്പോൾ അത് നമ്മൾ മറ്റുള്ളവരോട് പേശുമ്പോൾ അത് നമ്മുടെ ശരീരം താൻ, അവൻ നമ്മുടെ കൂട്ടുകാരൻ താൻ, അവൻ്റെ ചിത്തം അവന് ദോഷം വരുന്ന ഒന്നും എന്നീസല്ല. അവനോട് ദൃഢം കാണിക്കാതെ അവന് വേണ്ടി നമ്മൾ നല്ലത് തന്നെ പണുക. അവനെ ദൈവത്തിൻ്റെ ആത്മാവിൽ നീ വളർത്തിക്കൊണ്ടുവരണം. ആത്മാവിൽ വളർന്നു വരുമ്പോൾ എന്നാ പറ്റും? ആത്മാവിൽ വളർന്നു വരുമ്പോൾ അവൻ അതിൻ്റെ പ്രതിഫലം നമുക്ക് கிடைക്കും. അന്നേരം അപ്പടി ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആത്മാവിനെ ദുഃഖിപ്പിക്കും എന്ന് ചൊല്ലിയാൽ, നീ അപ്പടി ചെയ്യുമ്പോൾ എന്നാ പറ്റും? നീ ആത്മാവിനെ സന്തോഷിപ്പിക്കുക. ആത്മാവ് നിന്നോട് പ്രസാദിക്കും, അല്ലെങ്കിൽ ആത്മാവ് നിന്നോട് സന്തോഷം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ആണ്ടവർക്ക് ചിത്തമായി ചെയ്ത് ആണ്ടവരെ നമുക്ക് സ്തുതിക്കാം. ആണ്ടവരുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.